ഹലോ ക്യൂട്ടീസ്, അപ്പം ഇന്നൊരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ചെറിയ ട്രാൻസിഷനായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇതുപോലെ ഒരു ട്രാൻസിഷനായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ വഴിയെ പറയാം എവിടെയാണ് പോകണമെന്ന്. ആക്ച്വലി നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാൻ എവിടെയാണ് പോകണമെന്നുള്ളത്. അപ്പോൾ നമ്മുടെ കാറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കാറിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. കുറേ ആയി നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിട്ട്. പിന്നെ ഹൈവേയിൽ കയറിയപ്പോൾ ഒരു ചെറിയ വീഡിയോവും എടുത്ത് സ്റ്റാർട്ട് ചെയ്തു. അച്ഛനും അവിടെ വീഡിയോ എടുക്കുന്നുണ്ട്, എനിക്ക് വേണ്ടി എടുത്തു തരികയാണ് ഗൈസ്. പിന്നെ ഈ ഒരു സീനറിയൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ടാവും. അപ്പോൾ അത് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തു പോയി. എനിക്കെന്തോ ഒരു ഊട്ടിക്ക് പോണ ഫീലായിരുന്നു സത്യം പറഞ്ഞാൽ ഇത് കാണുമ്പോൾ. ഊട്ടിയല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം അവിടെ എത്തിയിട്ടുണ്ട്. വേറെ എവിടെയല്ല ഗൈസ്, നമ്മൾ തൃശ്ശൂരായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. വടക്കുനാഥൻ ടെമ്പിളായിരുന്നു ആദ്യം കയറിയിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ അച്ഛനും അമ്മയും എടുത്ത വീഡിയോസാണ് ഗൈസ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ കുറേ കാറൊക്കെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ നമ്മൾ മ്യൂസിയത്തായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ മ്യൂസിയം ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ അത്ര കാണാൻ വേണ്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തൃശ്ശൂരിൽ പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള സുവോളജിക്കൽ പാർക്കിലായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ പിന്നെ കുറേ കാണാനുണ്ടായിരുന്നു. കുറേ എന്ന് പറയുമ്പോൾ കുറേ ആനിമൽസ് ഉണ്ടായിരുന്നു. പിന്നെ എൻട്രിയിൽ തന്നെ ഐസ്ക്രീം ഷോപ്പ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഇത് കുളമല്ലേ, ആ സംഭവം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഇപ്പോൾ കുറേ അനിമൽസൊന്നും വന്നിട്ടില്ല, എന്നാലും ഏകദേശം വന്ന അനിമൽസിനൊക്കെ ഞാൻ വീഡിയോ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കുളം തന്നെ ഒരുപാടുണ്ട്. ഇതിനുള്ളിൽ മറ്റേ മുതല ആ സംഭവം ഉണ്ടായിരുന്നു, പക്ഷെ ആക്ച്വലി അത് പുറത്ത് വരാത്തതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ കുറേ മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അതും നമ്മൾ കണ്ടില്ല. ചില അനിമൽസിനൊന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കുറേ നടന്നു. ഇത് കുറേ നടക്കാനുണ്ട് ഗൈസ്. അപ്പം അങ്ങനെയാണ് പോകുന്നത്. പിന്നെ ഈ മയിലിനെ കണ്ടു, അതിന് കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഏതൊക്കെയോ പക്ഷികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഇതിനെന്താ പറയുക, കീരിയാണ് തോന്നുന്നു ആ സംഭവം, അണ്ണാരക്കണ്ണനാ അങ്ങനെ എന്തോ ആണ് തോന്നുന്നു. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്ക് പേരറിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെ തന്നെ ഞാൻ കുറേ വീഡിയോ എടുത്തിട്ട് കണ്ടോ, ചാടി ചാടി വരുമായിരുന്നു. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അതിന്. പിന്നെ നമ്മൾ അവിടെ മറ്റേ സ്റ്റെപ്പ് കയറുമ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ അച്ഛൻ വരുന്നുണ്ട് ഗൈസ്. അച്ഛൻ ബോട്ടിലും പൊക്കിക്കൊണ്ട് വരുന്നുണ്ട്. പിന്നെ നമ്മൾ വീണ്ടും എവിടെയോ കയറി. ഇവിടെ മറ്റേ കൃഷ്ണപ്പരുന്ത് ആ സംഭവം ഉണ്ടായിരുന്നു. അതിന് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയില്ല, കാരണം ഇവിടെ ഫുള്ള് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിനെന്താ പറയുക, സ്വാനാണ് തോന്നുന്നു. സ്വാനോ ഓസ്ട്രിച്ചോ എന്നറിയില്ല, എന്തൊക്കെയോ പേരുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളതൊന്നും നേരെ വായിച്ചിട്ടുണ്ടായിരുന്നില്ല, നമ്മളിങ്ങനെ കണ്ടു പോവായിരുന്നു. പിന്നെ അച്ഛൻ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, അതും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ ഈ വീഡിയോ എങ്ങനെ വന്നെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. നടക്കുന്ന വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ മാനുകളിനെ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു. കുറേ മാനുകളുണ്ടായിരുന്നു, അപ്പോൾ അതിനെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സംഭവം കണ്ടപ്പോൾ അവിടെ നിന്നു. പിന്നെ കുളം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ സൂവിലാണ് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തത്. പിന്നെ ഈ കടുവേനെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി അടുത്ത് നിന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയത് എന്ന് പറയുന്നത് കടുവയായിരുന്നു. ഗ്ലാസിൻ്റെ അടുത്ത് നിന്ന്, ഗ്ലാസ്സൊക്കെ ഉണ്ട് ഗൈസ്, നല്ല സേഫ്റ്റിയാണ്. കണ്ടോ, കുളിക്കാൻ വേണ്ടി കയറുകയായിരിക്കുകയാണ് ഈ സാധനം, കടുവ. അപ്പം അതിന് വീഡിയോ എടുത്ത് അടുത്ത് നിന്ന് വീഡിയോ എടുക്കാൻ പറ്റി. പിന്നെ അതിൻ്റെ ഉള്ളിൽ വെള്ളത്തിനുള്ളിൽ സുഖമായിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല പേടിയും ഉണ്ടായിരുന്നു ഗൈസ്, അടുത്തായതുകൊണ്ട് നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇവിടെ എന്തോ ഹിപ്പോപ്പൊട്ടാമസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ആ സാധനത്തിനെ കണ്ടേയില്ല. പിന്നെ കണ്ടോ, അതിൻ്റെ തല കുറച്ച് കണ്ടു. പിന്നെ നമ്മൾ ക്രിസ്ത്യൻ ചർച്ചൊക്കെ കണ്ടപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു. പിന്നെ നമ്മൾ ശോഭ സിറ്റി മാളിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഞാൻ കുറേ ആയി തൃശ്ശൂർ വന്ന ശോഭ സിറ്റി മാൾ പോകണമെന്ന് പറഞ്ഞിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ജസ്റ്റ് കയറി, ഒന്നും വാങ്ങിച്ചില്ല, ജസ്റ്റ് നമ്മളെ വീഡിയോ എടുത്തു, കയറി.
അതൊക്കെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഫുഡ് വാങ്ങിച്ചിട്ടില്ല, ഫുഡ് വാങ്ങിച്ചിട്ട് കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫലൂഡയും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ചോക്കോ മാജിക് ഫലൂഡ. പിന്നെ അമ്മ എന്തോ പിസ്ത അങ്ങനെ എന്തോ ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പേരൊന്നും അറിയില്ല ഗൈസ്. പിന്നെ നമ്മൾ സ്നേഹതീരം ബീച്ചിലായിരുന്നു കുറച്ച് നേരം കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ ഫോൺ താഴെക്കൂടെ വീണു, കണ്ടോ ഗൈസ്. അതാണ് ഞാൻ നേരെ വീഡിയോ എടുത്തില്ല. പിന്നെ അതിൽ കളിക്കുന്നത് തന്നെ കുറേ വീഡിയോ എടുത്തിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഞാൻ വീഡിയോ ലോങ് ആക്കണം എന്ന് വെച്ചിട്ടാണ് ഇത്രയും ലോങ് ആക്കിയത്. ഞാൻ ഇതിന് മേലെ എനിക്ക് ലോങ് ആക്കാൻ പറ്റുമോ അറിയില്ല. എന്നാലും ഇതൊരു 1 ഡേ ട്രിപ്പായിരുന്നു. അപ്പോൾ ഒരു ദിവസം നമ്മളങ്ങനെ ഒരു ദിവസത്തിൽ തൃശ്ശൂർ പോയി എല്ലാ സ്ഥലവും ചുറ്റിക്കണ്ടിട്ട് വരാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്നേഹതീരം ബീച്ചിൽ കളിക്കുന്ന വീഡിയോ ആണിത്. നിങ്ങൾ വരികയാണെങ്കിൽ മസ്റ്റായിട്ടും ആ സുവോളജിക്കൽ പാർക്കിൽ പോവുക കേട്ടോ. അടിപൊളിയാണ്. പക്ഷെ അവിടെ കുറേ അനിമൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആന അതുപോലത്തെ അനിമൽസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. സ്നേക്ക് അങ്ങനെ കുറേ അനിമൽസൊക്കെ വരാനുണ്ട് ഇന്നും, ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ തൃശ്ശൂർ പോവുകയാണെങ്കിൽ മസ്റ്റായിട്ട് അങ്ങോട്ട് പോവുക. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.